വെൽക്കം ടു ഇൻസ്പയർ PSC. ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന GSAT സീരീസിലെ രണ്ടാമത്തെ ഡിമാൻഡ് ഡ്രൈവൺ സാറ്റലൈറ്റ് ആയ GSAT 20യെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ GSAT 24 അതുപോലെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഫാൽക്കൺ 9ന്റെ ചില ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാകാൻ സഹായിക്കുന്ന ഉപഗ്രഹമാണ് GSAT 20. ISROയുടെ കീഴിലുള്ള വാണിജ്യ സ്ഥാപനമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT 20 നിർമ്മിച്ച് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ്. ഓക്കെ, അപ്പം NSIL ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ലിമിറ്റഡിന്റെ സെക്കൻഡ് ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് ലോഞ്ച് ആണ് നടക്കാൻ പോകുന്നത്. GSAT 20 വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതൊരു KA ബാൻഡ് സാറ്റലൈറ്റ് ആണ്. അതുപോലെ ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിൽ നമുക്ക് പഠിക്കേണ്ട കീവേഡ്സ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കീവേഡ്സ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, അധികം ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ടൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ കീവേഡ്സ് ഓർത്ത് വെക്കുക, അത് വെച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സ്കോർ ചെയ്യണം. ഓക്കെ, എന്താണ് ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഉപഗ്രഹം വിക്ഷേപിക്കുമ്പം തന്നെ അതിൻ്റെ എൻഡ് യൂസർ അല്ലെങ്കിൽ എൻഡ് കസ്റ്റമർ, ഇതിൻ്റെ കസ്റ്റമർ ആരാണെന്ന് ഇവർക്ക് പറയാൻ പറ്റും. അതായത് നമ്മളെ ഈ യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് നൽകുന്ന സാറ്റലൈറ്റ് ആണ് എന്ത് ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ NSIL സപ്ലൈ ഡ്രിവൺ സാറ്റലൈറ്റും നൽകുന്നുണ്ട്. അത് സപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും, ലോഞ്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് കസ്റ്റമറിനെ ലഭിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ഡ്രിവൺ എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ കസ്റ്റമറുമായിട്ട് ഒരു തീരുമാനത്തിലെത്തും. അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് നമ്മൾ സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡിമാൻഡ് ഡ്രിവൺ. ഇനി K ബാൻഡ് സാറ്റലൈറ്റ് എന്ന് ഇവിടെ ഞാൻ പറഞ്ഞു അല്ലേ, HTS. KA ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 27 GHz മുതൽ 40 GHz വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള മൈക്രോവേവ് ഉപയോഗിച്ചിട്ടുള്ളൊരു സാറ്റലൈറ്റ് ടെലികമ്മ്യൂണിക്കേഷനാണ്. അതായത് മൈക്രോവേവ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റേഞ്ച്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് എത്ര, 27 GHz മുതൽ 40 GHz വരെയുള്ള ആ സ്പെക്ട്രത്തിൽ 27 GHz മുതൽ 40 GHz വരെ ഫ്രീക്വൻസി റേഞ്ചാണ് എന്ത് KA ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ KA ബാൻഡിൽ ഫ്രീക്വൻസി റേഞ്ചിലുള്ളൊരു സാറ്റലൈറ്റ് ആണ് ഏത്, നമ്മളെ GSAT 20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ഫണ്ടഡ് ബൈ NSIL ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി GSAT 20യുടെ മറ്റ് പേരുകളാണ് GSAT N2യും CMS-03. ഇതും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. GSAT N2 എന്ന് പറയുന്നത് GSAT എന്താണ്, 20 തന്നെയാണ്. അതുപോലെ CMS-03 എന്ന് പറയുന്നതും GSAT 20 ആണെന്ന് ഓർത്ത് വെക്കുക. ഓഗസ്റ്റ് 1 വീക്കോട് കൂടെ SpaceXന്റെ ഫാൽക്കൺ എയർ ലോഞ്ച് സ്റ്റേഷനിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ്റലൈറ്റിന്റെ ഭാരം 4700 കിലോഗ്രാം ഭാരമാണ്. അതിനാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാനാവില്ല. ഇനി ആദ്യഘട്ടത്തിൽ, അതായത് ഇതിൻ്റെയൊക്കെ പ്രാരംഭ ഘട്ടങ്ങളിൽ സാറ്റലൈറ്റിന് ഇത്ര ഭാരം ഉണ്ടായിരുന്നില്ല, ഇത്ര വലിയ ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് ഡിമാൻഡ് ഡ്രിവൺ ആണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്ത് വന്നപ്പം 4700 കിലോഗ്രാം ആയി. അത് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് എന്ന് പറയുന്നത് LVM-3 ആണ്. അതായത് നമ്മൾ GSLV Mark 3, അതാണ് ഇപ്പം പേര് മാറ്റിയിട്ട് LVM-3 ആയത്. അപ്പോൾ ഈ LVM-3യുടെ മാക്സിമം ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000 kg ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത് 700 കിലോഗ്രാം ഓവർ വെയിറ്റ് വന്നതിനാലാണ് നമ്മൾ SpaceXലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഫാൽക്കൺ 9ലേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ്, 700 കിലോയുടെ ഒരു ഓവർ വെയിറ്റ് വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്? ടാറ്റയുടെ കീഴിലുള്ള നെൽക്കോ. ഓക്കെ, ടാറ്റയുടെ കീഴിലുള്ള നെൽക്കോ ഓർത്ത് വെക്കുക. അതുപോലെ എയർടെൽ കമ്പനിയുടെ കീഴിലുള്ള ഹ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അവർ ഇന്റർനെറ്റ് സേവന ദാതാക്കളാണ് ആര്, ഈ നെൽക്കോയും ഹ്യൂസും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെൽക്കോയും ഹ്യൂസുമാണ് നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT 20. അത് നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ റിമോട്ട് ഏരിയകളിലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് സേവനം ഇനി അതിവേഗം അത്രയും സ്പീഡോടുകൂടെ നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നതാണ്. അതാണ് മെയിൻ ലക്ഷ്യം.
GSAT 20യുടെ യൂസസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീവേഡ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്കത് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലൈറ്റ് ആൻഡ് മാരിടൈം കണക്ടിവിറ്റി നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, വിമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമുദ്രങ്ങളിലൊക്കെ കപ്പലുകളിലൊക്കെ ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, കപ്പൽ പറക്കുന്ന വിമാനത്തിലൊക്കെ ഇൻ്റർനെറ്റ് ലഭിക്കും. ഇനി കണ്ടിന്യൂഷൻ ഓഫ് ദ GSAT സീരീസിലുള്ള, അതായത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് സീരീസിൽ പെട്ടതാണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ടെലി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ഏത് GSAT. അപ്പോൾ GSAT സീരീസിലുള്ളത് നമുക്ക് നേരത്തെ അറിയാം, ഇത് സെക്കൻഡ് ഡിമാൻഡ് ഡ്രിവൺ ആണ് അല്ലേ. അതിൽ തന്നെ GSAT 24 ആണ് ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതൊരു GSAT സീരീസിലുള്ളതായിരുന്നു. അതിൻ്റെ പേര് എന്ന് പറയുന്നത് GSAT N1 ആണ്. അപ്പോൾ ഇത് N2 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ GSAT സീരീസിലുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇതും ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന സീരീസാണ് ഇത് GSAT, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി HTS കപ്പാസിറ്റി എന്ന് പറയുന്നത് നിയർലി 48 GBps ആണ്. ഈ HTS എന്ന് പറയുന്നത് ഹൈ ത്രൂ പുട്ട് സാറ്റലൈറ്റ് ആണ്. അപ്പം GSAT സീരീസിലാണെന്ന് ഓർത്ത് വെക്കുക. എത്ര സ്പീഡാണ് പറയുന്നത്? 48 GBps സ്പീഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സമഗ്രമായ കവറേജ്. ഈ സമഗ്രമായ കവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് തുടങ്ങി റിമോട്ട് ഏരിയ, അതായത് ഇന്റർനെറ്റിന്റെ വേഗത കുറഞ്ഞ റിമോട്ട് ഏരിയയിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ആ ഒരു ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് മിഷൻ, ഓക്കെ, ഇന്ത്യ സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായിട്ട് ഈ റിമോട്ട് ഏരിയയിലൊക്കെ സമഗ്രമായ കവറേജ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. സ്പോട്ട് ബീം സാങ്കേതിക വിദ്യ, സ്പോട്ട് ബീം ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി മൂലം നമുക്ക് ആവശ്യം കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് ഇത് കേന്ദ്രീകരിക്കാൻ പറ്റും. എവിടെയാണോ റിക്വയർമെന്റ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സ്പോട്ട് ബീം സാങ്കേതിക വിദ്യ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ 1 മീറ്ററിൽ താഴെയുള്ള ചെറിയ ടെർമിനലുകൾ മതി. നേരത്തെ പറഞ്ഞു KA ബാൻഡ് ആണ് അല്ലേ, 27 GHz മുതൽ 40 GHz വരെ റേഞ്ചിലുള്ള KA ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ KA ബാൻഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1 മീറ്ററിൽ താഴെയുള്ള ടെർമിനലുകൾ മാത്രം മതി. ഓക്കെ, അത് ഇതിൻ്റെ ഒരു മെറിറ്റ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. 4700 കിലോഗ്രാം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആണ്. ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആണിത്. സിഗ്നിഫിക്കൻ്റ്ലി മോർ എഫിഷ്യൻറ്റ് 5 to 6 times ദാൻ കെമിക്കൽ ബേസ്ഡ് പ്രൊപ്പൽഷൻ. അതായത് കെമിക്കൽ ബേസ്ഡ് പ്രൊപ്പൽഷനേക്കാളും 5 മുതൽ 6 മടങ്ങ് മോർ എഫിഷ്യൻ്റ് ആണ് എന്ത് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ ഫുള്ളി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആണ് GSAT 20 യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് GSAT 24 നോക്കാം. GSAT 24 എന്ന് പറയുന്നത് ആദ്യത്തെ ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് ആണ്. നമ്മുടെ ISROയുടെ ആദ്യ ഡിമാൻഡ് ഡ്രിവൺ സാറ്റലൈറ്റ് ആണ് GSAT 24. ഇതും വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിലാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി മുഖാന്തരമാണ് നമ്മൾ വിക്ഷേപിച്ചത്. സ്വകാര്യ കമ്പനിക്കായി പ്രവർത്തിക്കുന്ന NSILന്റെ ആദ്യ ഉപഗ്രഹ കരാർ ദൗത്യമായിരുന്നു GSAT 24. DTH സേവനദാതാക്കളായ ടാറ്റാപ്ലേക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 2022 ജൂൺ 22-നായിരുന്നു വിക്ഷേപണം. എവിടെ വെച്ചാണ്? ഫ്രഞ്ച് ഗയാന കൗറിൽ വെച്ച്. നിങ്ങൾക്ക് ജൂൺ 23 കാണാം, ഇന്ത്യൻ ടൈം ജൂൺ 23 ആയിരിക്കും. അപ്പം ഇത് ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ചത് 2022 ജൂൺ 22-ന് വിക്ഷേപിച്ചു. കൗറിൽ വെച്ചിട്ടായിരുന്നു വിക്ഷേപണ വാഹനമായിരുന്നു അരിയാന 5. ഇതിന്റെ ഭാരം 4180 kg ആയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ടാറ്റാപ്ലേക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഭാരം 4180 ആയിരുന്നു. DTH സേവന ദാതാക്കളാണ് ടാറ്റാപ്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? DTH, അതായത് ഇന്ത്യയിലുടനീളം DTH കവറേജ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ് GSAT 24. ഇതിന്റെ ബാൻഡ് എന്ന് പറയുന്നത് KU ബാൻഡാണ്. GSAT 24 എന്ന് പറയുന്നത് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ്. അതായത് ഭൂസ്ഥിരം എന്ന് ചോദിച്ചാൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ 35,800 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹമാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇത് ഭൂമി കറങ്ങുന്നതിന് അതേ ദിശയിൽ തന്നെ ഭൂമിക്കൊപ്പം തന്നെ കറങ്ങുന്ന സാറ്റലൈറ്റ് ആയതുകൊണ്ടാണ് ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറയുന്നത്. പർപ്പസ് വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു. DTH സർവീസസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വിക്ഷേപിച്ചെന്ന് ഓർത്ത് വെക്കുക. അരിയാന 5 ലോഞ്ചിങ് വെഹിക്കിളായിരുന്നു. ഇതിന്റെ മറ്റു പേരുകൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് NSILന്റെ ആദ്യത്തെ ഡിമാൻഡ് ഡ്രൈവൺ ഉപഗ്രഹമാണ്. അതിനാൽ തന്നെ GSAT N1, ഓക്കെ, GSAT N1 അല്ലെങ്കിൽ GSAT 24, അതല്ലെങ്കിൽ CMS-02 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. CMS-02 എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? GSAT 24 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? GSAT 20, അത് GSAT N2 ആണ്.
NSILന്റെ രണ്ടാമത്തെ സാറ്റലൈറ്റ് ആണ്, ഡിമാൻഡ് ഡ്രൈവൺ സാറ്റലൈറ്റ് ആണ് N2, അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് CMS-03 ആണ് ഇത് GSAT-20 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 24 ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ്രിക്സിന് ശേഷം ISROയുടെ കീഴിൽ വന്ന രണ്ടാമത്തെ വാണിജ്യ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് 2019 മാർച്ചിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ ആമാണെന്ന് ഓർത്ത് വെക്കുക. സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ് ഇത്. അപ്പം NSIL ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം 11ഓളം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ ഒക്കെ കൺട്രോളും ഓപ്പറേറ്റ് ഒക്കെ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് NSIL ആണ്. പിന്നെ ഈ ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം, അതുപോലെ ഉപഗ്രഹങ്ങളുടെ ലോഞ്ചിങ്, ഇതിലെല്ലാം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പിന്നെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഉപഗ്രഹങ്ങളൊക്കെ നിർമ്മിച്ച് നൽകുന്നതുമാരാണ്, നൽകാനൊക്കെ സഹായിക്കുന്നത് NSIL ആണ്. ഓർത്ത് വെക്കുക. 6 മാർച്ച് 2019 ഇത് ഇൻകോർപ്പറേറ്റഡ് ചെയ്തത്. സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അണ്ടറിലാണ്. ഇപ്പോൾ 11 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ലോഞ്ചിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ വ്യവസായം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? സാറ്റലൈറ്റ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ ഇന്ത്യൻ വ്യവസായ രംഗത്ത് തന്നെ ഒത്തിരി പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? NSIL സഹായിക്കുന്നുണ്ട്. അതുപോലെ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളൊക്കെ വിപണനം ചെയ്യുന്നുണ്ട്. കൺസൾട്ടൻസി സർവീസസ് നൽകുന്നുണ്ട്. ഇതെല്ലാം NSIL നൽകുന്ന സേവനങ്ങളാണെന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി ഫാൽക്കൺ 9നെ പറ്റി ഒന്ന് ഡീറ്റെയിൽ നോക്കാം. വേൾഡ് ഫസ്റ്റ് ഓർബിറ്റൽ ക്ലാസ് റീയൂസബിൾ 2 സ്റ്റേജ് റോക്കറ്റ് ആണ് ഇത്. ഫാൽക്കൺ 9 എന്ന് പറയുന്നത് 2 സ്റ്റേജ് റോക്കറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓർബിറ്റൽ ക്ലാസ് റീയൂസബിൾ ആണ്. റീയൂസബിൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ആണ് ഫാൽക്കൺ 9 റോക്കറ്റ്. മാനുഫാക്ചേർഡ് ബൈ സ്പേസ് എക്സ് ഇലോൺ മസ്കിന്റെ അണ്ടറിലുള്ളൊരു കമ്പനിയാണെന്നും കൂടെ ഓർത്ത് വെക്കുക. നമുക്കറിയാലേ ഇത്. അതുപോലെ ഫസ്റ്റ് ലോഞ്ചിങ് നടന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4th ജൂൺ 2010 ഫാൽക്കൺ 9ന്റെ ഫസ്റ്റ് ലോഞ്ച് നടന്നത് 2010 റിലയബിൾ ആൻഡ് സേഫ് ട്രാൻസ്പോർട്ട് ഓഫ് പീപ്പിൾ ആൻഡ് പേലോഡ് ഇൻ ടു എർത്ത് ഓർബിറ്റ് ആൻഡ് ബിയോണ്ട്. ഇത് പേലോഡുകളെ അല്ലെങ്കിൽ പേലോഡുകളെ മാത്രമല്ല മനുഷ്യരെയും എവിടെ എത്തിക്കുന്നുണ്ട്? എർത്ത് ഓർബിറ്റിനേക്കാളും ഉയരങ്ങളിൽ ആരെത്തിക്കാൻ സഹായിക്കുന്നുണ്ട്? ഫാൽക്കൺ 9 സഹായിക്കുന്നുണ്ട്. 8300 കിലോഗ്രാം വരെ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ ഫൗണ്ട് ചെയ്ത് 2002 സ്പേസ് എക്സ് ആര് ഫൗണ്ട് ചെയ്യുന്നത്? ഇലോൺ മസ്ക് ഫൗണ്ട് ചെയ്യുന്നത്. ഇതോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ.